ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ വീട്ടിൽ ബാക്കി മിച്ചം വരുന്ന ചപ്പാത്തി ഉണ്ടാവില്ലേ, അത് പിറ്റേ ദിവസവും നമുക്ക് തിന്നാൻ തോന്നത്തില്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാൽ വലിയവർക്കും ചെറിയവർക്കും ഒക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരു 3 ചപ്പാത്തി ഇങ്ങനെ വെട്ടി വെച്ചിട്ടുണ്ട്. ഉണ്ടോ? അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കാം. കൊടുക്കാതെ ഓയിലൊഴിച്ച് കൊടുക്കുക. ഇത് വറുത്തെടുക്കണം കേട്ടോ, അതിനാണ് കുറച്ച് കൂടുതൽ ഒഴിച്ചത്. അതിലേക്ക് ചപ്പാത്തി ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല കളറ് മൂത്തിട്ടുണ്ട്. ഇത് ആദ്യത്തെ സ്റ്റെപ്പാണ്, നമുക്ക് കോരിയെടുക്കാതെ. അപ്പോൾ ചപ്പാത്തി നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട്. കണ്ട കിലുകിലായിരിക്കുന്നുണ്ട്. ഇത് എത്ര ദിവസം വേണമെങ്കിലും കേടുകൂടാതെ ഇരിക്കും. കുട്ടികൾക്ക് ആവശ്യമുള്ളതുപോലെ കഴിക്കുകയും ചെയ്യാം. വലിയവർക്ക് നല്ല നല്ല ടേസ്റ്റാണ്. അപ്പം ഇനി അടുത്തൊരു പരിപാടിയുണ്ട്. അപ്പം ഇനി ഒരു ചട്ടി ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലൊരു 3-4 സ്പൂണ്, ചപ്പാത്തി കുറച്ചേ ഉള്ളല്ലോ, അതുകൊണ്ട് മധുരം കണക്കിന് മതി. 4 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇതിലൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഈ ഒരു നൂൽ പരുവം ഇല്ലേ, ആ പരുവത്തിന് എടുക്കണം. ഇതിലൊരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാമേ, ഒരു ചെറിയ കളറാണ്. ഫുഡ് കളറൊന്നും ഉപയോഗിക്കേണ്ട, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതായത് സെറ്റായിട്ടുണ്ട്. ഈ പരുവായിരിക്കണേ. വേണ്ട, ഇനി നമുക്കിതിലേക്ക് ചപ്പാത്തി ഇട്ട് കൊടുക്കാം. അപ്പോൾ കണ്ടോ, മധുരവും മഞ്ഞളും ഒക്കെ പിടിച്ച് നല്ല കളർഫുള്ളായിട്ടുണ്ട്. പൊട്ടിച്ച് കാണിച്ചു തരാം. ഉണ്ടോ? എല്ലാവരും ട്രൈ ചെയ്യണം. പിറ്റന്നത്തെ ഒരു ചപ്പാത്തി ആയാലും 2 ചപ്പാത്തി ആയാലും എടുത്ത് കളയാതെ കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുക. പുറത്ത് നിന്ന് വാങ്ങിക്കുന്ന സ്നാക്കുകളെക്കാളും ഒക്കെ നല്ലത് ഇതാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.